അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷ ദുറൂസിലെ 11 മുതലുള്ള പാഠങ്ങൾ, അതായത് 2ാം ഭാഗത്തിലെ 11 മുതലുള്ള പരീക്ഷ, അതായത് രണ്ടാമത്തെ ദുറൂസ് 2ാം പരീക്ഷ. അതിൽ 11ാമത്തെ പാഠം ആലിമു ഖുറൈശിൻ, ഇമാം ഷാഫിഈ റളിയല്ലാഹുവിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കത് ചോദ്യോത്തര രൂപത്തിലാണ്, ഒരു 32ഓളം ചോദ്യമായിട്ട് ആ പാഠത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദ്യരൂപത്തിലേക്കാക്കി. അപ്പോൾ ഇത് വായിച്ചിട്ട് എന്താ ചെയ്യുക, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി പിന്നെ പാഠം വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യും, മനസ്സിലാവും. ഒന്ന്, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? അതിന് ഉത്തരം, നിങ്ങൾ ഖുറൈശികളെ ആക്ഷേപിക്കരുത്, അവരിൽ ലോകമാകെ അറിവ് നിറക്കുന്ന ഒരു പണ്ഡിതൻ വരാനുണ്ട്. അല്ലേ? അതിൻ്റെ അറബി ലാ തസുബ്ബു ഖുറൈശൻ, അത് അടുത്ത ശേഷം പറയുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം അത് തന്നെയാണ്. ലാ തസുബ്ബു ഖുറൈശൻ ഫൈന്ന ആലിമഹ യംലഉൽ അർള ഇൽമാന്ന്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ആ ചോദ്യത്തിൻ്റെ ഉത്തരവും കിട്ടി. പിന്നെ അതുപോലെ തന്നെ അത് അറബിയിൽ നബി പറഞ്ഞ ലാ തസുബ്ബു ഖുറൈശൻ ഫൈന്ന ആലിമഹ ഡാഷ് ഇൽമ, അത് പൂരിപ്പിക്കാൻ യംലഉൽ അർള ഇൽമാ. അപ്പോൾ രണ്ടുമായി. 3, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? ഇദ്രീസ് ഫാത്തിമ ദമ്പതികളാണ്. മാതാവിൻ്റെ പേര് ഫാത്തിമ എന്നും പിതാവിൻ്റെ പേര് ഇദ്രീസ് എന്നുമാണ്. 4, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എവിടെയാണ് ജനിച്ചത്? എന്ന് എവിടെ ജനിച്ചു? ഹിജ്റ 150 ഫലസ്തീനിലെ ഗൊസയിൽ ജനിച്ചു. ഗൊസയിലാണ് ജനിച്ചത്, അത് ഫലസ്തീനിലാണ് ആ സ്ഥലമുള്ളത്. ഇനി 5, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മക്കയിൽ എത്തി എപ്പോൾ? 2 വയസ്സുള്ളപ്പോൾ മാതാവ് മക്കയിൽ വന്ന് താമസമാക്കി. അല്ലേ? 2 വയസ്സുള്ളപ്പോൾ മാതാവ് മക്കയിൽ വരികയും അവിടെ താമസിക്കുകയും ചെയ്തു എന്നല്ലേ. ഇനി 6, ഷാഫി റളിയല്ലാഹു അൻഹു ഖുർആൻ മനഃപ്പാഠമാക്കി എത്ര വയസ്സിലാണ്? ഷാഫി റളിയല്ലാഹു അൻഹു ഖുർആൻ മനഃപ്പാഠമാക്കി എത്ര വയസ്സിലാണ്? അവിടെ നാക്ക് ഫത്ഹ് ഇടാൻ വിട്ടിട്ടുണ്ട്. 7ാം വയസ്സിലാണ്. എത്രാം വയസ്സിൽ? 7ാം വയസ്സിൽ. ഇനി 7ാമത്തെ ചോദ്യമാണ്, മക്കയിൽ വെച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്തൊക്കെ പഠിച്ചു? എന്തൊക്കെ പഠിച്ച? അറബികളുടെ വിവിധ സംസാരങ്ങളും കവിതകളും പഠിച്ചു. ഭാഷയിൽ വലിയ അവഗാഹം നേടി. അല്ലേ? അറബികളുടെ വിവിധ സംസാരങ്ങളും കവിതകളും പഠിച്ചു, ഭാഷയിൽ വലിയ അവഗാഹവും നേടി. ഇമാം മാലിക് റളിയല്ലാഹുവിൻ്റെ മുവത്ത ഷാഫി ഇമാം മനഃപ്പാഠമാക്കി എത്ര വയസ്സിലാണ്? 10ാം വയസ്സിലാണ്. എത്ര വയസ്സിലാണ്? 10ാം വയസ്സിൽ. ഇനി 9ാമത്തെ ചോദ്യം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മദീനയിൽ പോയത് എന്തിന്? 13ാം വയസ്സിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ വേണ്ടി. അവിടെ ആ സുക്കൂനിടുമ്പോൾ മുകളിലോട്ടാണ് ഇരിക്കണം. അല്ലേ? അതതിൻ്റെ ആ പ്രിൻ്റ് നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ അങ്ങനെ വന്നതാ, അത് ശ്രദ്ധിക്കുക. ഇനി 10, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഹദീസ് മനഃപ്പാഠമാക്കിയത് എങ്ങനെ? വലത് കൈയിലെ വിരൽ കൊണ്ട് ഇടത് കൈയിൽ എഴുതി. അല്ലേ? വലത് കൈയിലെ വിരൽ കൊണ്ടിട്ട് ഇടത് കൈയിൽ എഴുതി എന്നല്ലേ പറഞ്ഞ? അപ്പോൾ ക്ലാസ്സിൽ കൈ കൊണ്ട് കളിക്കുന്നത് കണ്ട് ഉസ്താദ് കുട്ടിയെ വിളിച്ച് കാരണം അന്വേഷിച്ചല്ലോ. അപ്പോൾ ഉസ്താദ് അന്ന് പഠിപ്പിച്ച എല്ലാ ഹദീസുകളും ഉസ്താദിന് ചൊല്ലിക്കൊടുത്തു. കുട്ടിയുടെ അപാര ബുദ്ധിശക്തി കണ്ട് ഉസ്താദ് അത്ഭുതപ്പെട്ടു. അപ്പോൾ വേണം അവിടെ ഒരു ചോദ്യം ഉണ്ടാക്കാം അവിടെ നമുക്ക്, അതവിടെ എഴുതിയിട്ടില്ല. ഇനി 11, ഷാഫി ഇമാമിന് ഫത്വ കൊടുക്കാനുള്ള അനുവാദം ലഭിച്ചു എത്രാം വയസ്സിലാണ്? അതെത്ര? 15ാം വയസ്സ്. എത്രാം വയസ്സിൽ? 15ാം വയസ്സ്. 12, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് ജീവിച്ചതെന്ന്? അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു? കഠിനമായ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലുമാണ് ജീവിച്ചിരുന്നത്. പഠനോപകരണങ്ങൾ വാങ്ങാനുള്ള കാശ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പഠനോപകരണങ്ങൾ വാങ്ങാനുള്ള കാശ് പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? കയ്യിലെഴുതി പഠിച്ചത്. അപ്പോൾ തന്നെ മനഃപ്പാഠമാകുമായിരുന്നു. അപ്പോൾ അത് കൂടി ഉണ്ട് അതിൻ്റെ കാരണങ്ങൾ. ഇനി 13, അറിവ് പഠിക്കാൻ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഏതെല്ലാം നാടുകളിൽ പോയി? എവിടെയൊക്കെ പോയി? മക്ക, മദീന, യമൻ, ഇറാഖ്. മക്ക, മദീന, യമൻ, ഇറാഖ്.
തുടങ്ങിയ നാടുകളിൽ അറിവ് പഠിക്കാൻ വേണ്ടി നിരന്തരം യാത്രകൾ നടത്തിയതാണ്. 13 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആഴമേറിയ അറിവ് നേടി ഏതെല്ലാം മേഖലകളിലാണ്? അത് ശ്രദ്ധിച്ചോ. ഖുർആൻ, ഹദീസ്, ഫിഖ്ഹ്, ഉസൂലുൽ ഹദീസ്, ഉസൂലുൽ ഫിഖ്ഹ്, വ്യാകരണം, കവിത, സാഹിത്യം, അമ്പെയ്ത്ത് തുടങ്ങി നിരവധി മേഖലകളിൽ എന്ത് ചെയ്തു? ഇപ്പോൾ ഏതൊക്കെ പറഞ്ഞ? ഖുർആൻ 1, ഹദീസ് 2, ഫിഖ് 3, ഉസൂൽ ഹദീസ് 4, ഉസൂൽ ഫിഖ് 5, വ്യാകരണം 6, കവിത 7, സാഹിത്യം 8, അമ്പെയ്ത്ത് 9 വിഷയങ്ങൾ തുടങ്ങിയ നിരവധി മേഖലകൾ. ഇനി 14 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എത്ര ഗ്രന്ഥങ്ങൾ രചിച്ചു എന്നാ? 200ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചു. 200ഓളം. 15 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ധർമ്മിഷ്ഠതയ്ക്ക് ഒരു ഉദാഹരണം പറയാം. അദ്ദേഹം വലിയ ധർമ്മിഷ്ഠനായിരുന്നു, അതുപോലെ തന്നെ ആരാധനാനിഷ്ഠയുള്ള ആളുമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ധർമ്മിഷ്ഠതയ്ക്കൊരു ഉദാഹരണം, ഉദാഹരണമാണ് പറഞ്ഞത്. ഒരിക്കൽ സൻആയിൽ നിന്ന് മക്കയിലേക്ക് പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം 16,000 ദിർഹമുണ്ട്. എത്ര? 16,000 ദിർഹമുണ്ട്. അത് സദഖ ചെയ്യാൻ വേണ്ടി മക്കയിൽ ഒരു ടെണ്ട് കെട്ടി അതെല്ലാം പാവങ്ങൾക്ക് വിതരണം ചെയ്ത് തീർത്തു. കണ്ടോ? മക്കയിൽ നിന്നിട്ട് സൻആയിലേക്ക് പുറപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈവശം 16,000 ദിർഹമുണ്ട്. അത് സദഖ ചെയ്യാൻ വേണ്ടി മക്കയിൽ ഒരു ടെണ്ട് കെട്ടി, ഒരു കൂടാരം കെട്ടി അതെല്ലാം പാവങ്ങൾക്ക് വിതരണം ചെയ്ത് തീർത്തു. 16 ഇമാം ഷാഫി റളിയല്ലാഹുവിൻ്റെ ഖുർആൻ പാരായണം എങ്ങനെയായിരുന്നു? എല്ലാ ദിവസവും ഒരു ഖത്മും റമളാനിൽ 2 ഖത്മ് വീതവും അദ്ദേഹം പാരായണം ചെയ്യാറുണ്ടായിരുന്നു. കണ്ടോ? 17 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ബോധം നഷ്ടപ്പെടാറുണ്ടായിരുന്നു എപ്പോൾ? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് ബോധം നഷ്ടപ്പെടാറുണ്ടായിരുന്നു എപ്പോൾ? ചില ഖുർആൻ ആയത്തുകൾ ഓതുമ്പോൾ. 18 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രാത്രിയെ എത്ര ഭാഗമാക്കി? എങ്ങനെ? എത്ര ഭാഗമാക്കി? 3 ഭാഗമാക്കി. ഒരു ഭാഗം അറിവ് പഠിക്കുന്നതിനും, ഒരു ഭാഗം നിസ്കാരത്തിനും, ഒരു ഭാഗം ഉറങ്ങുന്നതിനും. അതിനെപ്പറ്റി പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് പറഞ്ഞേട്ടാ. ആരാ പറഞ്ഞത്? നമ്മുടെ ആദ്യത്തെ എഡിഷനിൽ ഷാഫി ഇമാം പറഞ്ഞു, പിന്നെ അത് തിരുത്തി. പിന്നെ ഇമാം ഇസ്മായിലുൽ മുസ്നി അല്ലേ, അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറഞ്ഞതാണത്. അപ്പോൾ ഇങ്ങനെ ചോദ്യം മതി. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു രാത്രി എത്ര ഭാഗമാക്കി എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞാൽ മതി. പിന്നെ അത് ആര് പറഞ്ഞു എന്നും പഠിച്ചു വെച്ചോ. ഇനി 19 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രമുഖ ശിഷ്യന്മാർ ആരൊക്കെ? ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു, ഇമാം റബീ ഇബ്നു സുലൈമാൻ, ഇമാം യൂസുഫുൽ ബുവൈത്തി, 4-ാമത്തെ ആൾ ഇമാം ഇസ്മായിൽ മുസ്നി. ഇത് പ്രമുഖരാണ് ഈ പറഞ്ഞത്. ഇനി 20 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ആരാണ്? 2-ാം നൂറ്റാണ്ടിലെ പരിഷ്കർത്താവ് ആരാണെന്ന ചോദ്യം. പരിഷ്കർത്താവ്, മുജദ്ദിദ് എന്ന് വെച്ചാൽ പരിഷ്കർത്താവ് എന്ന് പറയും. ഇപ്പോൾ ഓരോ നൂറ്റാണ്ടിലും ഓരോ മുജദ്ദിദുകൾ ഉണ്ടാവും. ഇപ്പോൾ 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ആരാണ്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആണെന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഇനി 21-ാമത്തെ ചോദ്യം. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഈജിപ്തിലേക്ക് പോയി ഏത് വർഷമാണ്? ഹിജ്റ 199. ഹിജ്റ 199. ആ കിതാബിൽ അവിടെ എഴുത്തിൽ എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിക്കാം. ഹിജ്റ 190 എന്നൊക്കെ എഴുതി. അവിടെ യോയായിപ്പത് യകാരം, ഒകാരത്തിന് പകരം യകാരം ഇട്ടിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം ടെക്സ്റ്റിലെ. അപ്പോൾ ഹിജ്റ 199 കേട്ടോ. ഇനി 22 എന്താണ് ഷാഫി മദ്ഹബ് എന്ന് വെച്ചാൽ? ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച ഗവേഷണങ്ങളാണ് ഷാഫി മദ്ഹബ്. എങ്ങനെ പറഞ്ഞാൽ? ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച ഗവേഷണങ്ങളാണ് ഷാഫി മദ്ഹബ്. അത് പറിച്ചു നോക്കുക. 23 ഷാഫി മദ്ഹബ് പിൻപറ്റി ജീവിക്കുന്ന ജനങ്ങളുള്ള രാജ്യങ്ങൾ എവിടെയൊക്കെ? ഹിജാസ്, ഈജിപ്റ്റ്, ഇന്തോനേഷ്യ, മലേഷ്യ, ജോർദാൻ, ഫലസ്തീൻ,
ഫിലിപ്പീൻ, സോമാലിയ, യമൻ. ഇപ്പോൾ എത്ര രാജ്യം പറഞ്ഞു നമ്മൾ? 1 2 3 4 5 6 7 8 9 തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലെ ജനങ്ങൾ ഷാഫി മദ്ഹബ് പിൻപറ്റി ജീവിക്കുന്നു. ഇനി 23 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്തായ വർഷം ഹിജ്റ 204. ഹിജ്റ 204 വഫാത്തായത്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്നാണ് വഫാത്തായത്? അപ്പോൾ നേരത്തെ വെച്ച വർഷം ചോദിച്ചു. പിന്നെ ഏത് ദിവസമാണ്, ഏത് മാസമാണ്? റജബ് മാസം വെള്ളിയാഴ്ച രാവ്. അതുകൂടി മനസ്സിലാക്കുക. 25 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ വയസ്സ് എത്ര? 54. കാരണം എന്താ? ഹിജ്റ 150 ജനിച്ച് 204 വഫാത്ത്. അപ്പോൾ 54 വയസ്സ്. 54 കേട്ടോ. 26 ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ എവിടെയാണ്? ഈജിപ്തിലാണ്. ഇനി ആലിമു ഖുറൈശിൻ ഡാഷ് തിബാഖൽ അർളി ഇൽമ. അവിടെ എങ്ങനെ പൂരിപ്പിക്കുക? ആലിമു ഖുറൈശിൻ ഡാഷ് തിബാഖൽ അർളി ഇൽമ. അവിടെ എങ്ങനെ പൂരിപ്പിക്കും? യംലഉ അല്ലേ? യംലഉ വിട്ടുപോയിട്ടുണ്ട്. അത് പൂരിപ്പിക്കണം. യംലഉ എന്നാണ് പൂരിപ്പിക്കേണ്ട. ഗസ്സ എവിടെയാണ്? ഗസ്സയിൽ ജനിച്ച. ഗസ്സ ഫലസ്തീനിലാണ്. ഇനി 29 മസ്ജിദുൽ ഹറാം എന്ന് വെച്ചാൽ എന്താ? ഏത് പള്ളിയാണ്? കാബയുടെ ചുറ്റുമുള്ള പള്ളിയാണ് കേട്ടോ. മസ്ജിദാണ്. കാബ ഒരു പള്ളിയാണ്. ഇനി കാബയുടെ ചുറ്റുമുള്ള പള്ളിക്കാണ് എന്താ പറയുക? മസ്ജിദുൽ ഹറാം എന്ന് പറയുക. കാബേൻ്റെ ഉള്ളിൽ കയറി അങ്ങനെ സാധാരണ ആർക്കും നിസ്കരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ചുറ്റും, കാബയുടെ ചുറ്റുമുള്ള മസ്ജിദാണ്. 30 1 ലക്ഷം പ്രതിഫലമുള്ള മസ്ജിദ് ഏതാ? നിസ്കാരത്തിന് 1 ലക്ഷത്തിൻ്റെ പ്രതിഫലം കിട്ടും. 1 ലക്ഷം നിസ്കാരത്തിൻ്റെ പ്രതിഫലം കിട്ടും. അൽ മസ്ജിദുൽ ഹറാമാണ്. ഇനി 31 അർത്ഥം എഴുതാനാണ്. മുജദ്ദിദ്, അതുപോലെ തന്നെ നൂറുല്ലാഹി, ആലിമു ഖുറൈശിൻ, ഖത്മുൽ ഖുർആൻ. മുജദ്ദിദ് എന്ന് വെച്ചാൽ പരിഷ്കർത്താവ്. അവിടെ ഹർക്കത്തിടാൻ വിട്ടുപോയി. നൂറുല്ലാ വെച്ചാൽ അള്ളാഹിൻ്റെ പ്രകാശം, അതായത് അറിവ്. ആലിമു ഖുറൈശ് വെച്ചാൽ ഖുറൈശി പണ്ഡിതൻ. ആലിം എന്ന് വെച്ചാൽ പണ്ഡിതൻ അല്ലേ? ഖുറൈശി പണ്ഡിതൻ. ഖത്മുൽ ഖുർആൻ വെച്ചാൽ ഖുർആൻ ഒരു തവണ പാരായണം ചെയ്ത് തീർക്കൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൽ 31 ചോദ്യങ്ങളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ ചോദ്യോത്തരമായിട്ട് എന്ത് ചെയ്യുക? ഇത് വേണി അതിൻ്റെ ടെക്സ്റ്റ് ഞാൻ ഇതിൻ്റെ കമൻറ്റിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക? ടെസ്റ്റാക്കി പേസ്റ്റ് ചെയ്യുക. ആവശ്യമുള്ളവർക്ക് എന്ത് ഉപകാരപ്പെടും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.